ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇസഡ് ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ഐ വൈ. അതിൽ ഐ എന്ന് പറയുന്നത് √-1 എന്നാണ് പറയുന്നത്. കോംപ്ലക്സ് നമ്പറാണത്. അത് ഇതിൽ തന്നില്ല എങ്കിൽ പോലും ഐയുടെ വാല്യൂ നമുക്കറിയണം √-1 ആണെന്ന്. കാരണം അത് +1 മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഇതിലെങ്ങനെയാണ് ഈ ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു കോംപ്ലക്സ് ഇക്വേഷൻ്റെ ഫോമിലാണ്. എന്ന് വെച്ചാൽ ഐയുടെ ടേം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ചെയ്യുന്നതിൽ. സോ ആദ്യം നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. സോ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇസഡ് ചെയ്യുമ്പം ∂z/∂x ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ചെയ്യുമ്പം f' ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 പ്ലസ് ജിയുടെ ചെയ്യുമ്പോൾ g' ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു 1 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. കാരണം എക്സിൻ്റെ അല്ലേ ചെയ്യുന്നത്. സോ അപ്പം ഒരിക്കൽ കൂടെ എടുത്തെഴുതാം. പി ഈസ് ഈക്വൽ ടു f' ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് g' ഓഫ് എക്സ് മൈനസ് ഐ വൈ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും എന്ത് ചെയ്യുക, ഈ കിട്ടിയ ഇക്വേഷനെ തന്നെ അഗൈൻ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോം വേണം എടുക്കാൻ, ∂z/∂x. അപ്പോൾ അത് വീണ്ടും ചെയ്യുന്ന സമയത്ത് ∂2z/∂x² ഈസ് ഈക്വൽ ടു f" ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് g" ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ഇതിൽ 1 വരുന്നുണ്ട് ഇൻറ്റു, പക്ഷേ അത് നമ്മൾ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അത് നെഗ്ലക്റ്റ് ചെയ്ത് പോകുമല്ലോ. എന്തായാലും ഇൻറ്റു 1 വരുമ്പോൾ വലിയ വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 ഞാനിപ്പോൾ ഇവിടെ എടുത്തെഴുതാത്തത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്, d²z/dx² എന്നുള്ള ഫോം. അപ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ r = f" ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് g" ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വൈയെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എക്സിനെ ചെയ്തുവെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് ഫസ്റ്റ് ഇക്വേഷനെ. സോ വൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും, ∂z/∂y ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷനാണ് എടുക്കുന്നത്. വെച്ചാൽ ഇസഡ് ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ഐ വൈ എന്നുള്ള ഇക്വേഷനാണ് ഞാൻ ഈ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ∂z/∂y എന്ന് കിട്ടി. ദെൻ f' ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഐ വൈ, വൈയുടെ ടേമാണ്. സോ ഇൻറ്റു ഐ എന്ന് വരും. ഓക്കെ, എന്ന് വെച്ചാൽ y 1 ആകുമ്പോൾ ഐ എന്ന് നമുക്ക് വരും. പ്ലസ് g' ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു മൈനസ് ഐ. കാരണം മൈനസ് ഐ വൈയുടെ y 1 ആകുമ്പോൾ മൈനസ് ഐ ആണ് വെളിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഴുതാം, റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ∂z/∂y ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു y' ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഇൻറ്റു g' ഓഫ് എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, y വെച്ച് ഈ കിട്ടിയതിനെ അഗൈൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. സോ അഗൈൻ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ∂2z/∂y² ഈസ് ഈക്വൽ ടു ഐ ഓഫ് f" ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഐ മൈനസ് ഐ g" ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു അവിടെയും ഒരു ഐ ഉണ്ട്, അതുകൊണ്ട് മൈനസ് ഐ ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ എഴുതാം. ഞാൻ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ സിംപ്ലിഫൈ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ അല്ലേ, ∂z/∂y എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ ഫോമുല. ഇവിടെ വരുമ്പോൾ അത് ടിയുടെ ഫോമിലാണ് വരുന്നത്. ടി ഈസ് ഈക്വൽ ടു 2 ഐ ഉണ്ട്, ഈ ഒരു ഐ ഇത്, അപ്പോൾ I² ആയിട്ട് എടുത്തു. I² f" എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഈ സൈഡിലും 2 ഐ ഉണ്ട്. സോ I² g" ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. ഇതിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ ഒരു മൈനസ് രണ്ടും കൂടെയാണ് ഇപ്പോൾ പ്ലസ് ആയത്. I² ഇൻറ്റു g" എക്സ് മൈനസ് ഐ വൈ. ഇനി ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഐ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഐ എന്ന് പറയുന്നത് √-1. അപ്പോൾ അതിൽ I² എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു -1. ആ റൂട്ട് ഇപ്പുറത്ത് പോകുമ്പോൾ I² എന്ന് പറയുന്നത് -1 ആയിട്ട് വരും. ഇനി ഇതിൻ്റെ ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കുമ്പം ∂2z/∂y² ഈസ് ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് -1 f" ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ മൈനസ്
പ്ലസ് മൈനസ് ഐയുടെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? I² -1 G ഡബിൾ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് IY. കുറച്ചുകൂടെ ഓർഡർ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെ എഫ് ഡബിൾ ഡാഷ് ഇൻറ്റു എക്സ് പ്ലസ് IY മൈനസ് ഉണ്ട് മൈനസ് ജി ഡബിൾ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് IY. ഞാൻ മൈനസ് പുറത്തെടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് IY പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് IY എന്നുള്ള ടേമിൽ കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എത്രയാണ്? നമ്പർ 4th ആണേ. കാരണം തേർഡ് ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ എഴുതിയില്ല. ഈ ഒരു പോർഷൻ വരുന്നത് തേർഡ് ഇക്വേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ d²z/dy² എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, t ആണെന്ന് നമുക്കറിയാം. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് IY പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് IY. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് മുന്നേ എവിടെയെങ്കിലും കിട്ടിയോ? ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 6 നോക്കിക്കേ, എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് IY പ്ലസ് ജി ഡബിൾ ഡാഷ് എക്സ് മൈനസ് IY. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 6ൻ്റെ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു -r എന്ന് പറഞ്ഞാൽ ടി പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ ഇതിൽ ഫംഗ്ഷൻ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, വീണ്ടും അതിനെ എക്സിൽ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും വൈയിലോട്ട് 2 പ്രാവശ്യം വൈയിലും 2 പ്രാവശ്യം എക്സിലും ചെയ്തു. അപ്പോൾ ഓരോ ടേമായിട്ടാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും അതിനെ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കോമൺ ആയിട്ടുള്ള പോയി ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി.